ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിന് നന്ദി പറയാം. സ്വയം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ സമ്പന്നനാണോ സമ്പന്നയാണോ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടോ? നല്ല ആരോഗ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമാണോ അതോ മനസ്സിൻ്റെയോ? ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യമാണ് യഥാർത്ഥ ആരോഗ്യം. അതോടൊപ്പം സാമൂഹികമായി മറ്റുള്ളവരോട് നന്നായി ഇടപെടാനുള്ള കഴിവും മാനസിക ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. മാത്രമല്ല, അവനവന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ സമ്പത്ത് സ്വയം തേടി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി ജീവിക്കുവാൻ ഓരോ ദിവസവും സാധിക്കുന്നതും മാനസിക ആരോഗ്യത്തിൻ്റെ അടിത്തറ തന്നെയാണ്. എല്ലാ ഘടകങ്ങളും ഒരേപോലെ ഹാർമോണിയസ് ആയി വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ വ്യക്തിക്ക് ശക്തമായി, സന്തോഷമായി, സമാധാനമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും സാധിക്കുക. അതുകൊണ്ട് ആരോഗ്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും ഏറ്റവും നല്ല ഒരവസ്ഥയാണ്. എനിക്ക് രോഗമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഹെൽത്തി ആവണമെന്നില്ല. ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല, മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവും നമുക്ക് രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്യൂഡ് പറയുന്നു, ആരോഗ്യമെന്ന ഒരു വാക്കിനെ നമ്മൾ ശ്രദ്ധയോടെ നിർവചിക്കേണ്ടതുണ്ട്, ബുദ്ധിപൂർവം ഉള്ളിലേക്കെടുക്കേണ്ടതുണ്ട്, നന്ദിപൂർവം സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘടകങ്ങളും ഏറ്റവും മനോഹരമായി ആസ്വദിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ആരോഗ്യമെന്ന് ഞാൻ പറയും. ശരീരം, മനസ്സ്, വികാരം, ബന്ധങ്ങൾ, ആത്മാവ്, ജീവിത നിലവാരം എന്നിവയുടെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം. ഒരു കുട്ടി ആരോഗ്യവാനാണ് എന്ന് പറയാൻ അവൻ ചിരിക്കുന്നു, അവൻ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, അവൻ അല്ലെങ്കിൽ അവൾക്ക് ഫീലിങ്സ് ഉണ്ടോ? അത് തിരിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ, എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള ആ ഒരു കഴിവുണ്ടോ? അതാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയെന്ന് ഞാൻ പറയും. കുട്ടിയുടെ ശരീരം ആക്റ്റീവാണോ? മനസ്സ് കാമാണോ? ഇമോഷൻ സ്റ്റേബിളാണോ? ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ? കുട്ടിക്ക് ലേണിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ലേണിംഗ് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒരു എന്തൂസിയാസത്തോടെയാണോ കുട്ടി കണക്കാക്കുന്നത്? എപ്പോഴും കുട്ടിക്ക് ആ എന്തൂസിയാസം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? എക്സൈറ്റഡ് മൊമെൻ്റ് ഉണ്ടോ? കുട്ടിക്ക് പർപ്പസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇവയെല്ലാം ചേർന്നതാണ് റിയൽ ഹെൽത്ത്. അതുകൊണ്ട് ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ ഹെൽത്തിന് 6 ഡയമെൻഷൻസ് ആണ്. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഫസ്റ്റ് അസറ്റ്. ഡെയിലി എക്സർസൈസ് വേണം, ബാലൻസ്ഡ് ഫുഡ് വേണം, ഡീപ്പ് സ്ലീപ്പ് വേണം. ഇവയൊക്കെ തന്നെയാണ് ഫൗണ്ടേഷൻ. അടുത്തത് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് തോട്ട്സ് സ്ട്രെസ് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് ഗ്രോത്താണ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടാവരുത് എന്നർത്ഥമില്ല. രാവും പകലും പോലെ നെഗറ്റീവും പോസിറ്റീവും ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ ഇരുപുറവും എന്നതുപോലെ. ഒരു പ്രതിസന്ധി വന്നാൽ കുഴിയിലേക്ക് എടുത്ത് ചാടാതെ എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് മുകളിലേക്ക് വരുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അതാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ മെൻ്റൽ ഹെൽത്ത്. റീസെറ്റ് യുവർ മൈൻഡ്, റീവയർ യുവർ മോർണിംഗ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഒപ്പം തന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് പിറ്റേന്ന് നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ട മൈൻഡ് സെറ്റിൽ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്ത് വെച്ചുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ. അടുത്തത് ഇമോഷണൽ ഹെൽത്ത്. കരയാൻ പറ്റുന്നവൻ സ്ട്രോങ് ആണ്. ഫീലിങ്സ് വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യണം, അത് പുറത്ത് വരണം. ഇല്ല എങ്കിൽ അത് ഡിസീസായിട്ടായിരിക്കും പുറത്ത് വരിക. എല്ലാവരും പറയും കരയല്ലേ കരയല്ലേ എന്ന്. എന്നാൽ ഞാൻ പറയും കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് പൊട്ടിക്കരയണമെങ്കിൽ കരഞ്ഞോളൂ, അതിനെന്താ കുഴപ്പം? ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമുക്ക് എങ്ങനെ നെഗറ്റിവിറ്റി പുറത്തോട്ട് വിടാൻ പറ്റുമോ ആ രീതിയിൽ ഓരോ വ്യക്തിക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. പക്ഷേ ആ എക്സ്പ്രഷൻ മറ്റൊരാൾക്ക് ഹാനികരമാവരുത് എന്ന് മാത്രം. സോഷ്യൽ ഹെൽത്ത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സ്ട്രെങ്ത് അല്ല, ബന്ധങ്ങളാണ് സ്ട്രെങ്ത്. ഏറ്റവും ആദ്യം ആ സ്ട്രെങ്ത് എടുക്കേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അവിടെ കിടക്കുന്ന സമയം കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും, അച്ഛനും അമ്മയുടെ ബന്ധുക്കളും അച്ഛൻ്റെ ബന്ധുക്കളും കുട്ടിക്ക് വേണ്ടത്ര കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുവാൻ അമ്മയെ സഹായിക്കണം. അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഗർഭത്തിൽ കുഞ്ഞിനെ ചുമക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അയൽക്കാർക്ക് ഒരു ഗർഭിണിയെ കണ്ടാൽ ആ വ്യക്തിയോട് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് ആ വ്യക്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഫീൽ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് വൃദ്ധൻ വന്നാലും അതിലും വലുതാണ് ഒരു ഗർഭിണി വന്നാൽ എഴുന്നേറ്റാതിരിക്കണമെന്ന്. പ്രായമായവരെക്കാൾ സ്ഥാനമുണ്ട് ഒരു ഗർഭിണിക്കെന്നതാണ് നമ്മളുടെ കൺസെപ്റ്റ്. കാരണം ആ കുട്ടിയുടെ ഇമോഷൻസാണ് ഒരു വലിയ തലമുറയുടെ അടിത്തറയായി മാറുന്നത്. അതുകൊണ്ട് ഗർഭാവസ്ഥ മുതൽ ഒരു വ്യക്തിക്ക് കിട്ടാനുള്ളത്ര പരിഗണനയും റെസ്പെക്റ്റും സ്നേഹവും കിട്ടി വേണം വളരേണ്ടത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സാരമില്ല, ഇനിയാണെങ്കിലും നമ്മുടെ തലമുറയെ ഇത് പരിശീലിപ്പിക്കുക നമ്മൾ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അടുത്തത് സ്പിരിച്വൽ ഹെൽത്ത്. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത് ഭൂമിയിലേക്ക്? എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഇതിനൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം സക്സസ് ഉണ്ടായാലും ഇന്നർ പീസ് ഉണ്ടാവുകയില്ല. ആ ഇന്നർ പീസിലേക്ക് നിങ്ങൾക്ക് നോക്കാനാവണം ഓരോ വ്യക്തിക്കും. ആ ഇന്നർ പീസ് സ്വയം അനുഭവിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായ മാർഗത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കോളും. അത്ര സിമ്പിളാണ്. ഇന്നർ പീസ് ആൻഡ് ഇന്നർ ഹാപ്പിനെസ് ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യത്തിൻ്റെ ഏറ്റവും കോർ പോയിന്റ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഹെൽത്ത്. മണി ജീവിതം സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അറിവ് ജീവിതത്തെ കൂടുതൽ എലിവേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ അവനവൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം, വെറും അറിവല്ല, ജ്ഞാനം സ്വന്തമായിട്ട് ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ അമൂല്യമായ വിസ്ഡം, അതുപയോഗിച്ച് ഇവിടെ ഓരോ വ്യക്തികളും സമൂഹത്തിന് എന്ത് നന്മ ചെയ്യുന്നുവോ ആ നന്മയ്ക്ക് തിരികെ കിട്ടുന്ന പ്രതിഫലം മാത്രമാണ്, ബൈ പ്രോഡക്റ്റ് മാത്രമാണ് മണി എന്ന് പറയുന്നത്. അതായത് മാക്സിമം വാല്യൂ കൊടുക്കുക, വാല്യൂ പ്രൊവൈഡർ ആവുക ഓരോ വ്യക്തിയും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമായി ഈ ലോകത്തിന് കൊടുക്കാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തി മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ തയ്യാറാവുക. ആ നിമിഷം നിങ്ങൾ ഹെൽത്തി ആവും എല്ലാ അർത്ഥത്തിലും. ഈ ലോകത്ത് ശാരീരിക മാനസിക ആരോഗ്യം നശിപ്പിക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്. 1 തെറ്റായ ഭക്ഷണ രീതി, 2 വ്യായാമത്തിൻ്റെ കുറവ്,
3 മാനസിക സമ്മർദ്ദം. ഇവ മെല്ലെ മെല്ലെ സൈലൻ്റായിട്ട് ജീവിതത്തെ ബാധിക്കുകയും അവ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുകയും ചെയ്യും. പക്ഷെ ഒരു നല്ല കാര്യം എന്താണെന്നറിയാമോ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ വലിയ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. ഓരോ ദിവസവും ചെറിയ ചില ഹാബിറ്റ്സ് നിങ്ങൾ പരിശീലിച്ചാൽ മതി. എല്ലാ ദിവസവും 10 മിനിറ്റ് എക്സർസൈസ്, പ്രകൃതിയോടൊപ്പം അല്പസമയം, അവനവനോടൊപ്പം അല്പസമയം സ്വയം അറിയുക. ആഹാരം കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പാലിക്കുക. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണെന്നും അതിൻ്റെ രുചി എന്താണെന്നും ടെക്സ്ചർ എന്താണെന്നും അതിൻ്റെ സ്മെൽ എന്താണെന്നും അത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം എന്താണെന്നും ഒബ്സർവ് ചെയ്തുകൊണ്ട്, സ്വയം ഒബ്സർവ് ചെയ്തുകൊണ്ട് കഴിക്കുക. രുചി അറിഞ്ഞ് കഴിക്കുക. എൻജോയ് ചെയ്യുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, മൈൻഡ് ട്യൂണിങ്, ഫാമിലിയോടൊപ്പം ക്വാളിറ്റി ടൈം, ഒരു മണ്ഡല വരയ്ക്കുക തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും നമ്മളുടെ ഹാബിറ്റ്സ് മാറ്റാം. ജീവിതം മാറ്റുന്ന ഹാബിറ്റ്സാണിതൊക്കെ. ഒരു ഫാമിലി ചേഞ്ച് ആവാൻ, ഒരു പേരൻറ്റിന് അവയർനെസ് കിട്ടാൻ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ചേഞ്ച് ആവാൻ, ഹെൽത്തി റൊട്ടീൻ നിരന്തരം പരിശീലിക്കാൻ, ഒരു ജീവിതം മാറാൻ ഒരു കോൺഷ്യസ് ഡിസിഷൻ മാത്രം മതി. ഇന്ന് ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ശരിക്കും ഹെൽത്തി ആണോ? സ്വയം ചോദിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യം നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതി നോക്കിക്കേ. ഞാൻ ശരിക്കും ഹെൽത്തി ആണോ? ബോഡി മാത്രമല്ല, മൈൻഡ്, ഇമോഷൻ, റിലേഷൻഷിപ്പ് എല്ലാം ചേർത്ത് ഞാൻ ഹെൽത്തി ആണോ? ഇതിനുത്തരം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങൾ കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തിയാണെങ്കിലും ഇതിനുത്തരം കണ്ടെത്തിയാൽ മതി. നിങ്ങൾ വേറൊരു വഴി തേടി പോകേണ്ട ആവശ്യമില്ല. ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷനേ അല്ല, ഒരു ഡെയിലി പ്രാക്ടീസാണ്. ഹെൽത്തി ഫാമിലി എന്നത് ഹെൽത്തി സൊസൈറ്റിയുടെ ഫൗണ്ടേഷനാണ്. അവസാനമായി ഒരേ ഒരു വാക്കേ ഇവിടെ പറയാനുള്ളൂ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ആ സമ്പത്ത് നശിപ്പിക്കുവാനും രക്ഷിക്കുവാനും ഉള്ള ശക്തി നമ്മളുടെ കൈകളിലാണ്. എഴുതി നോക്കൂ, നമ്മളുടെ മനസ്സിനുള്ളിൽ എന്തുണ്ടെന്ന് അപ്പോഴറിയാം. പ്രാക്ടീസ് ചെയ്യുമല്ലോ അല്ലേ? എൻ്റെ പരിപൂർണ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ ശാരീരിക ആരോഗ്യത്തിന് നന്ദി, എൻ്റെ മാനസിക ആരോഗ്യത്തിന് നന്ദി, എൻ്റെ വൈകാരിക ആരോഗ്യത്തിന് നന്ദി, എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് നന്ദി, എൻ്റെ സാമൂഹിക ആരോഗ്യത്തിന് നന്ദി, എൻ്റെ അറിവിന് നന്ദി, എൻ്റെ ജ്ഞാനത്തിന് നന്ദി, എനിക്ക് മറ്റുള്ളവർക്ക് മൂല്യം പകർന്നു കൊടുക്കുവാനുള്ള ശക്തിക്ക് നന്ദി. എല്ലാറ്റിനും നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാതിരിക്കാൻ എനിക്കാവില്ല. ഈ ലോകത്ത് ഈ നിമിഷം എന്നെ ജീവനോടെ ഇരുത്തിയതിനും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ.